ഒരുപാട് ബഹുമാനത്തോടെയും ആദരവോടെയും കണ്ട ഗുരുതുല്യരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്നെ തിരഞ്ഞെടുപ്പിനും ഇവിടെ ഒരു അവസരം തന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ സിനിമ ഒരുപാട് സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു സർനെയിം പോലെ തന്നെ വന്ന ഒരു സംഗതിയാണ് ഹിറ്റ് മേക്കർ എന്നുള്ള ഒരു പേരെന്നുള്ളത്. ആ രീതിയിൽ ഒരു തനതായ സ്ഥാനം മലയാള സിനിമയിൽ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഷാഫി സാറ്. നമ്മളൊക്കെ ഒരുപാട് ആരാധനയോടെ കണ്ട അദ്ദേഹത്തിന്റെ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഷുവർ ഷോട്ട് ഹിറ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഒരു സിനിമ ചെയ്ത ഒരു പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും നമുക്ക് അതിൻ്റെതായ പുറകിലുള്ള ബുദ്ധിമുട്ടും ഹാർഡ് വർക്കും അതിന്റെ പുറകിലുള്ള ആ ഒരു പ്രയത്നത്തെ പറ്റി ഒരു ഏകദേശ ധാരണയുണ്ട്. അപ്പം ഇത്രയും സിനിമകൾ തുടർച്ചയായിട്ട് ഹിറ്റുകളാക്കി മാറ്റിയ ഒരു പ്രതിഭ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തെ എനിക്കൊരു ചെറിയ ഭാഗ്യമുണ്ടായത് നമ്മുടെ കളങ്കാവൽ ഷൂട്ട് നടക്കുന്ന ഒരു സമയത്ത് കാക്കനാട് ഒരു ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മുടെ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാനും ഒക്കെ നമ്മുടെ ക്യാമറമാൻ ഫൈസലേട്ടനുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ റാബി സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്. അതിന്റെ പുറത്ത് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ഒരു അവാർഡിന് അർഹനായതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. അതിന് തെരഞ്ഞെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു നവാഗത സംവിധായകൻ, അപ്പോൾ ഒരുപാട് നവാഗത സംവിധായകരായിട്ടുള്ള അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതിന്റെ പുറകിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാൾ നന്നായിട്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്റെ ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് പിന്തുണ തന്ന ഭാര്യയും കുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും നന്ദിയോട് ഓർക്കുന്നു. ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എണ്ണമറ്റ ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ ഒരു ക്ലേശം നിറഞ്ഞ യാത്രയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായി മാറാനായിട്ട് ഒരു ഘടകമായിട്ട് ഈ ഒരു അവാർഡിന് ഇനിയും കഴിയട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.